ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നലെയും ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടായിട്ടുള്ള. ഇന്ത്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്പ് ഇന്നലെ ബെറ്റർ ആയിരുന്നു, ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഹോങ്കോങ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി അമേരിക്കയിലത്തെ ഇന്നലത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ AMD, മൈക്രോസോഫ്റ്റ്, NVIDIA ഇത്തരത്തിലുള്ള ടെക്നോളജി സ്റ്റോക്കുകൾ ഇന്നലെ വീണ്ടും മുന്നേറിയിട്ടുണ്ട്. അതേസമയം ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ എലി വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ധാരാളം എക്കണോമിക് ഡാറ്റകൾ പെൻഡിങ് ഉണ്ട്. അമേരിക്കയിൽ 42 ദിവസത്തെ ഗവൺമെൻറ് ഷട്ട് ഡൗണിൽ പെൻഡിങ് വന്നതാണ്. ഈ ഡാറ്റകളൊക്കെ അടുത്ത ദിവസം പുറത്തു വന്നു തുടങ്ങും. 42 ദിവസത്തെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ മാറ്റുന്നതിനുള്ള ബില്ല് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റും പാസ്സാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഫെഡ് മീറ്റിങ്ങിലും അതിനടുത്ത ഫെഡ് മീറ്റിങ്ങിലും 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കയിലുണ്ട്. ഒപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ആക്ടിവിറ്റി അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ 2020 കോവിഡിന് ശേഷം ഡിപ്പ് ബൈയിങ്ങിൽ ഏർപ്പെട്ടിരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. അതേസമയം ഇപ്പോഴും ഡിപ്പ് ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് നോട്ട്സാണ് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ S&P 500 ടാർജറ്റുകൾ വീണ്ടും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. S&P 500 7000 ലെവലിലേക്ക് എത്തും ഡിസംബർ എൻഡ് ആകുമ്പോഴേക്കും. അതോടൊപ്പം തന്നെ 7300 ആവും 2026 ജൂൺ ആകുമ്പോഴേക്കും എന്നാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾ കഴിഞ്ഞ റാലികളിലൊന്നും പങ്കെടുക്കാതിരുന്ന ഒരു സെക്ടറാണ് പൊതുവെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾ. അമേരിക്കയിലെ ഈ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടെക്നോളജി, എനർജി സെക്ടർ സ്റ്റോക്കുകൾ, യൂട്ടിലിറ്റീസ് ഇതൊക്കെയാണ് അമേരിക്കയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പം അമേരിക്കയിലെ ഷട്ട് ഡൗൺ മാറിയിരിക്കുകയാണ്. 42 ദിവസത്തെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടേക്കാം. US ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഈ ന്യൂസിന് ശേഷം ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ പോസിറ്റീവ് ബയാസും തന്നെയാണ്. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ ധാരാളം വരുന്നുണ്ട്. മേജറായിട്ടുള്ള ഇവൻ്റ് നാളെ പുറത്തു വരുന്ന ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടാണ്. തീർച്ചയായിട്ടും ഒപ്പീനിയൻ പോളുകൾ, എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ NDA വീണ്ടും അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള ഒരു എക്സിറ്റ് പോളുകളാണ്. മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതുണ്ട്. നാളെ എക്സിറ്റ് പോളുകൾ പറഞ്ഞ പ്രകാരമാണ് റിസൾട്ടുകൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ പോസിറ്റീവ് റിയാക്ഷൻ കണ്ടേക്കാം. മറിച്ച് NDA ബീഹാർ ലൂസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. ഒരുപക്ഷെ നിഫ്റ്റി സെൻസസൊക്കെ 3 to 5% താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും വീണ്ടും ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന $4190 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. അതേസമയം സിൽവർ $53.32 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും US ഗവൺമെൻറ് പല ഡിസിഷൻസും അതുപോലെ തന്നെ US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം വരികയാണെങ്കിൽ ഗോൾഡിൽ വീണ്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഗോൾഡ് വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ Q4 അതായത് ഈ ഡിസംബറിൽ എൻഡ് ചെയ്യുന്ന Q4 സെൻട്രൽ ബാങ്കുകൾക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഗോൾഡ് പർച്ചേസ് ആയിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ വർഷം കുറവാണ് വാങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ Q4 വീണ്ടും വലിയ രീതിയിൽ സെൻട്രൽ ബാങ്കുകളും ഗോൾഡ് വാങ്ങിയേക്കാം.
ഓവറോൾ ന്യൂസുകളെല്ലാം തന്നെ ഗോൾഡിനും സിൽവറിനും പോസിറ്റീവാണ്. മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്, $62.55 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സപ്ലൈ കൂടുതലായിരിക്കും ഡിമാൻഡിനേക്കാൾ എന്നാണ് ഒപ്പക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷനാണ്. അതേസമയം നാച്ചുറൽ ഗ്യാസ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇനി ഓവറോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻ്റ്. അതോടൊപ്പം തന്നെ ധാരാളം Q2 റിസൾട്ടുകൾ ഇന്നും പുറത്തു വരുന്നുണ്ട്. 15-ാം തീയതിയോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ Q2 റിസൾട്ടുകളും വന്നു കഴിയും. അതിനുശേഷം ഒരു ഓവറോൾ അസസ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്തയുടെ NCLT വെർഡിക്റ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഏത് ദിവസം വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു NCLT വെർഡിക്റ്റ് വന്നേക്കാം. ഗവൺമെൻറ് ഇപ്പോഴും വേദാന്തയുടെ ഡീമർജറിന് ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. 16,700 കോടി രൂപയുടെ ക്ലെയിമാണ് ഗവൺമെൻറ്റിനുള്ളത്. ഡീമർജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീമർജർ എൻറ്റിറ്റിക്ക് ഈ ക്ലെയിം പേ ചെയ്യാനുള്ള സ്ട്രെങ്ത്, ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. തീർച്ചയായിട്ടും NCLTയുടെ വെർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കാം. NCLT വീണ്ടും ഒരു നെഗറ്റീവ് വെർഡിക്റ്റാണ് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വേദാന്തനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഒരു ഇമ്മീഡിയറ്റ് നിജർ റിയാക്ഷൻ കണ്ടേക്കാം. പക്ഷേ ഓവറോൾ വേദാന്തയുടെ ഓവറോൾ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് തന്നെയാണ് ലോങ് റണ്ണിൽ. ഇന്നലെ ധാരാളം Q2 റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ Q2 റിസൾട്ടുകളിൽ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ ഇൻഡോ ഗൾഫ് ക്രോപ്പ് സയൻസസ്, ക്വാളിറ്റി പവർ, അശോക് ലൈലൻഡ്, ഡാറ്റ പാറ്റേൺസ്, ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, ഏഷ്യാന ഹൗസിംഗ്, അതുപോലെ തന്നെ പ്രിസിഷൻ വയേഴ്സ്, ടാറ്റ സ്റ്റീൽ എക്സലൻ്റ് റിസൾട്ടാണ് ടാറ്റ സ്റ്റീലിൻ്റെ, PN ഗാഡ്ഗിൽ ജുവലേഴ്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, LG ഇക്വിപ്മെൻറ്റ്സ്, സെഞ്ചുറി പ്ലൈവുഡ്സ്, എറിസ് ലൈഫ് സയൻസസ്, IRB ഇൻഫ്ര, എൻഡറോ ഹെൽത്ത് കെയർ, നസാര ടെക്കിൻ്റെ Q2 നെഗറ്റീവാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അത് വൺ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓവറോൾ നസാര ടെക്കിൻ്റെ റിസൾട്ട് പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ കെയർ റേറ്റിംഗ്, സെൻകോ ഗോൾഡ്, GIC ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് 45,026 കോടി രൂപയുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷനിലും കൂടി ഇത്തരത്തിലുള്ള എമൗണ്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എക്സ്പോർട്ടേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ടെമ്പററി ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. അതേസമയം എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ 2031 വരെയുണ്ട്, 6 വർഷത്തേക്കുണ്ട്. ഇന്ത്യയിൽ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇത് തീർച്ചയായിട്ടും US താരിഫ് വന്നതിന് ശേഷം ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് എക്സ്പോർട്സ് നടത്തുന്ന കമ്പനികളെ സേവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന പോസിറ്റീവ് ന്യൂസാണ് എല്ലാ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ടെനിക്കോ 0.44 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഫിസിക്സ് വാല 0.14 ടൈംസ് ആണ് സെക്കൻഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. MV ഫോട്ടോ വോൾട്ടൈക് പവർ 0.18 ടൈംസ് ആണ്. ഇന്നാണ് ഈ രണ്ട് IPOസിൻ്റെ ലാസ്റ്റ് ഡേ. അതേസമയം BSE SMEയിൽ വർക്ക് മെയ്റ്റ്സ് 8.4 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഈ IPOയുടെയും ക്ലോസിംഗ് എന്നാണ് നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ. വർക്ക് മെയ്റ്റ്സിലും വരാനുള്ള സാധ്യതകളുണ്ട്. BSE SME IPO ആണ്. ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ടെനിക്കോ തീർച്ചയായിട്ടും US കമ്പനിയുടെ സബ്സിഡിയറിയാണ്. വളരെ നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് ടെനിക്കോ. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ റിലയൻസ്, NTPC, ടൈറ്റൻ, ഇൻഡിഗോ, മാരുതി, എറ്റേണൽ, PTC ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് കൺസ്യൂമർ, ന്യൂലാൻഡ് ലാബ്, പിരമൾ ഫാർമ, ഹാവൽസ് ഇന്ത്യ, സോളാർ ഇൻഡസ്ട്രീസ്, ഒണോമിൻഡ
ഈ സ്റ്റോക്കുകളാണ് ഗോൾഡ്മാൻ സാക്സ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ബയോകോൺ ബയോളജിക്സ് ആയിട്ട് മെർജ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ബയോകോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതേസമയം IPO ഓപ്ഷനും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിസിഷനും കൂടി ഫൈനലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബയോകോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ബയോകോൺ ബയോളജിക്സ് ബയോകോണായിട്ട് മെർജ് ചെയ്യുകയാണെങ്കിൽ ബയോകോണിൻ്റെ സ്റ്റോക്ക് പ്രൈസിലൊരു മുന്നേറ്റം കണ്ടേക്കാം. രാമരത്നം വയേഴ്സ് 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വെൽസ്പൻ കോർപ്പിന് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാനിലെ റിവറുകളെ തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യാനുള്ള പ്രൊജക്റ്റുകളുണ്ട്. ഈ പ്രൊജക്റ്റുകളിൽ 4 തൊട്ട് 5 മില്യൺ ടൺ വരെ പൈപ്പുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതിലൊരു മേജർ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് വെൽസ്പൻ കോർപ്പാണ്. പോസിറ്റീവ് ന്യൂസാണ് വെൽസ്പൻ കോർപ്പിനെ സംബന്ധിച്ച്. ലോങ് റണ്ണിൽ റൈറ്റ്സ് 52 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്നാണ്. അതുപോലെ തന്നെ കോസ്മോ ഫസ്റ്റ് ലിമിറ്റഡ് ഫിൽമാസ് കോർപ്പറേഷൻ സൗത്ത് കൊറിയ ആയിട്ടൊരു JV ഫോം ചെയ്തിട്ടുണ്ട്. സൗത്ത് കൊറിയയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്. കോസ്മോ ഫസ്റ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി എൻ്റർപ്രൈസ് റൈറ്റ്സ് ഇഷ്യൂനുള്ള റെക്കോർഡായിട്ട് ഫിക്സ് ചെയ്തിരുന്നു. നവംബർ 17 റെക്കോർഡായിട്ട് വരുന്നത്. 3:25 ആണ്. അതായത് 100 ഷെയറിന് 12 ഷെയർ കിട്ടും. 1800 രൂപ പെർ ഷെയറാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ 3 കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഗ്രീൻ എനർജിയുടെ അണ്ടറിലുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് റിലയൻസ് ഗ്രീൻ എനർജിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിലും കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ, ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഒപ്പം സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ ബൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബറോട് കൂടിയിട്ട് ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ പോസിറ്റീവ് ആണ് ഇന്നത്തെ ന്യൂസ്. നാളത്തെ ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു. 1750.03 crore വർത്ത് സ്റ്റോക്കുകൾ അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 5127.12 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. നാളത്തെ അസംബ്ലി ഇലക്ഷൻ റിയൽ റിസൾട്ട് വന്നതിന് ശേഷം ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻസിന്മേൽ സ്ട്രാങ്കിൾ പൊസിഷൻസൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം ട്രേഡിംഗ് ടെർമിനലിൽ കൂടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.